ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി ബ്ലോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസനെ കാണിച്ചുകൊണ്ടാണ്. ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ജോസഫും അതോടൊപ്പം തന്നെ അണിയൻകുട്ടനും എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരോടായിട്ട് ശ്രീനിവാസൻ സാർ പറയാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, വിക്രം ഇവിടെ പോയിരിക്കുകയാണ്, അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടേക്കാണ് അന്വേഷിച്ച് വരുന്നതും, നമുക്ക് എന്തോ ഇതിൽ പങ്കുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ, എന്താണ് സംഭവം, അവൻ എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ജോസഫ് പറയണം, ഞങ്ങളും യഥാർത്ഥത്തിൽ വിചാരിച്ചത് സാർ അവനെ എവിടേക്കെങ്കിലും വിട്ടാക്കിയതായിരിക്കും എന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീനിവാസൻ പറയാണ്, അത് ശരി, അപ്പം നിങ്ങൾ തന്നെയാണോ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ പങ്കുണ്ടെന്നും എല്ലാവരും അവൻ കല്യാണത്തിൽ ഇഷ്ടമില്ല, അപ്പം അത് നിർത്താൻ വേണ്ടിയിട്ട് അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ, ഇതിലിപ്പോൾ എന്താ ഒരു വഴി എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുളിക്കൻ പറയണം, സാറേ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാനോ. അപ്പോൾ എന്താണോ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇനി വിക്രമിന് നല്ല വല്ല ആക്രമണം ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയണം. അവനിക്ക് നേരെ ആക്രമണമോ, അവനെ എതിർക്കാൻ ആർക്കാണ് ധൈര്യം, മാത്രമല്ല അവൻ അത്രയും സ്ട്രോങ് ഇല്ലേ എന്ന് പറയണം. അപ്പോൾ പുള്ളിക്കൻ പറയാണ്, അതൊക്കെ തന്നെ, പക്ഷേ അവൻ്റെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ, നമുക്ക് കുറേയധികം ശത്രുക്കളും ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ജോസഫ് പറയാണ്, അതേ സാറേ, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, കാരണം ഈ ഇടയ്ക്ക് അവൻ്റെ അച്ഛനെതിരെയും ആക്രമണം ഉണ്ടായത് തന്നെയല്ലേ, അവരുടെ പിറകിൽ എപ്പോൾ നോക്കിയാലും ആരെങ്കിലും ശല്യത്തിന് ചെയ്യാൻ ഉണ്ടായിക്കൊണ്ട് തന്നെ ഉണ്ട്, മാത്രമല്ല അഭിലാഷ് എന്ന് പറയുന്ന ഗുണ്ട ഈ ഇടയ്ക്കായിട്ട് വിക്രമിൻ്റെ പുറകെ തന്നെ കാണാനും പറ്റുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ അത് ശരി, അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ അഭിലാഷിനെ ആദ്യം പൊക്കട്ടെ, ശേഷം എന്താണെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. ആ ഒരു ടൈമിൽ പുള്ളിക്കൻ ഒരു ഫോൺ വരികയാണ്. പുള്ളിക്കൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുകയാണ്, വിക്രമിൻ്റെ വണ്ടി, അതായത് ബൈക്കും റോഡിൻ്റെ ഒരു സൈഡിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണം. ആ ഒരു വിവരം പുള്ളിക്കന് ഇവരോട്, അതായത് ശ്രീനിവാസനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ സാർ പറയാണ്, അപ്പോൾ നമ്മൾ കരുതിയതൊക്കെ സത്യം തന്നെയാണ്, യഥാർത്ഥത്തിൽ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഏതായാലും ഞാൻ അഭിലാഷിനെ ആദ്യം പൊക്കട്ടെ, എന്നിട്ട് എന്താണ് അന്വേഷിക്കുക പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ്. നന്ദിനി വീട്ടിൽ തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ റൂമിലേക്ക് വിനായകൻ വരുന്നുണ്ട്. വിനായകൻ വന്നതും നന്ദിനി ചോദിക്കുകയാണ്, എവിടെയായിരുന്നു ഇത്ര നേരം, കാണാനേ കിട്ടിയില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിനായകൻ പറയാണ്, ഞാൻ വിക്രം അന്വേഷിച്ച് പോയതാണെന്ന് പറയണം. വിക്രം അന്വേഷിച്ച് പോകണം, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ, നിങ്ങൾ എന്തിനാ അവനെ അന്വേഷിച്ച് പോയെന്ന് ചോദിക്കുമ്പോൾ വിനായകൻ പറയണം, നീ എന്താണ് ഇങ്ങനെ, നമ്മുടെ വീട്ടിൽ നാളെ ഒരു പരിപാടി നടക്കുമ്പോൾ അവനിവിടെ ഇല്ല, എല്ലാവരും അവനില്ല എന്ന് പറഞ്ഞ സങ്കടത്തിലിരിക്കുമ്പോൾ നീ മാത്രം ഒരു കുഴപ്പമില്ല, ഇത്ര ഫ്രീ ആയിട്ടായിരിക്കുന്നത് പറയണം. അതിന് അവനിക്ക് എന്ത് സംഭവിക്കാൻ, അവനിക്ക് ഒന്നും പറ്റില്ല, അവൻ നാളത്തെ പരിപാടി കഴിയുമ്പോൾ ഇങ്ങെത്തിക്കോളും എന്ന് പറയണം. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കണം. പിന്നെ അവനിക്ക് താല്പര്യമില്ലാത്തൊരു കല്യാണം ഇവിടെ നടക്കുമ്പോൾ അവൻ എങ്ങനെ ഇവിടെ ഉണ്ടാവുക, അതുകൊണ്ട് അവൻ എന്തായാലും മുങ്ങിയ തന്നെ ആയിരിക്കുന്നു എന്നിട്ട് പറയാണ്. അവൻ മുങ്ങുമോ ചോദിക്കുകയാണ്. അവൻ മുങ്ങിയ തന്നെയാണ്, എനിക്ക് ഉറപ്പ് തന്നെയാണ്, മാത്രമല്ല ആ വേദയ്ക്ക് ഇതൊക്കെ വന്നേ പറ്റുള്ളൂ, അവൾ എന്താ പറഞ്ഞെന്നറിയും, ഈ ഒരു കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ അവൾ തീ വെച്ച് കൊല്ലുന്നാ പറഞ്ഞിരിക്കുന്നത് പറയാണ്. അവൾ അങ്ങനെ ഒരിക്കലും പറയില്ല, നമ്മുടെ വേദ അങ്ങനെ പറയും, നമ്മുടെ വേദ എപ്പോഴാണ് മുതലായത് നിങ്ങൾക്ക്, അവൾ നമ്മുടെ വേദിയല്ല, ഇവിടുത്തെ ഒരാളാകാനും പോകുന്നില്ല എന്ന് പറയാണ് കേട്ടോ. സ്വാഭാവികമായിട്ട് നാളെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ അവളെ പിന്നെ ഇവിടെ ഇരുത്തുമോ അവളുടെ വീട്ടുകാർ, എന്തായാലും ഇവിടെ വഴക്കും വക്കാണൊക്കെ ഉണ്ടാവും, ശേഷം അവളെ ഇവിടെ നിന്ന് അവർ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും, അങ്ങനെ വേദ എന്ന ശല്യം തന്നെ ഇല്ലാതാവുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ കാര്യമായ സംശയമുണ്ട്, വിക്രം കാണാതായതിന് പിന്നിൽ നിൻ്റെ പ്ലാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓ മനുഷ്യ, ഇനി അതിൻ്റെ ഒരു ഇതും കൂടെ എൻ്റെ തലയിൽ കൊണ്ട് വെച്ചേക്ക്, നീ അച്ഛമ്മ ഇങ്ങനെ കേട്ട് വരണം, മതി പിന്നെ എന്നെ തീർക്കാൻ, എനിക്കതിലൊരു പങ്കുമില്ല, ഞാൻ പറയുന്നു അത്ര തന്നെ, അവൻ എന്തായാലും സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ മുങ്ങിയിട്ടുണ്ടാവും, അത്ര തന്നെ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്ക് അച്ഛമ്മ വിനായക എന്ന് വിളിക്കുകയാണ്. ആ ചെല്ലിച്ചില്ല, നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദിനെ കളിയാക്കുന്നുണ്ട്. ശേഷം വിനായകൻ വെളിയിലേക്ക് അച്ഛമ്മയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ്, എന്താടാ വിനായക, ഞാൻ നിന്നോട് ഏൽപ്പിച്ച കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ്. ഞാൻ പോയി അച്ഛമ്മയെ അന്വേഷിക്കുകയും ചെയ്തു, അവൻ എവിടെയും കാണുന്നില്ല എന്ന് പറയാണ്. എന്താടാ ഇങ്ങനെ പറയുന്നത്, കാണുന്നില്ല എന്ന് ഈ പറയുന്നത് അമ്മ ചോദിക്കും, കമലാമ്മ. അപ്പോൾ വിനായകൻ പറയും, ആ അമ്മേ, അവനെ കാണാനില്ല, ഞാൻ എന്ത് ചെയ്യാനാ, അവൻ എങ്ങനെയോ കാണാണ്ട് പോയിരിക്കുകയാണെന്ന് സംഭവം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ കമല വളരെ ടെൻഷൻ അടിക്കുകയാണ്, എന്താ ചെയ്യുക, ഇനി എന്ത് ചെയ്യുന്നു കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദിനി അങ്ങോട്ട് വരുന്നത്. നന്ദിനി വന്നിട്ട് അച്ഛമ്മയോട് പറയണം, അച്ഛമ്മേ, സംഭവം ഇവർക്ക് നിങ്ങളെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ വിക്രമിന് വേദയോട് ഒരു താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അവനിക്ക് ഈ കല്യാണത്തിൽ നിന്ന് ഇഷ്ടമില്ല, അതുകൊണ്ട് അവൻ മുങ്ങിയ തന്നെയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ വീണ്ടും ടെൻഷനായിട്ട് പറയുകയാണ്, നാളെ ഇപ്പോൾ പരിപാടിക്ക് വരുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ ആകെ വഷളാകുമല്ലോ, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് അമ്മയോട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞതുകൊണ്ട് നന്ദിനി ചീത്ത പറയാൻ പോവുകയാണ് കേട്ടോ. അമ്മയൊന്ന്
ആലോചിച്ച് നോക്കിയേ, നാളെ എങ്ങാനും അവരെല്ലാവരും കല്യാണ പരിപാടിക്ക് എല്ലാവരും എത്തിയിട്ട് വിക്രം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണ് വശല്? അപ്പം അച്ഛൻ തല കുനിച്ച് നിൽക്കേണ്ടിരിക്കുന്ന അമ്മയ്ക്ക് കാണേണ്ടി വരുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ വേദ പറയാണ്, ഇല്ല അമ്മേ, എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും വിക്രം വരും, നാളെ പരിപാടി നടക്കുകയും ചെയ്യുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വരുന്ന നീ പറയണം, നീ നാളെ എന്തായാലും ആളുകളുടെ മുമ്പിൽ വഷളാവും, നാണം കിടന്ന് പറഞ്ഞിട്ട് നന്ദിനി വീണ്ടും വേദയോട് പറയണം. അപ്പോഴേക്ക് അച്ഛൻ മതി നന്ദിനി, നീ നിർത്തുമെന്ന് പറയണം. അപ്പോൾ നന്ദിനി പറയണം, ഞാൻ നിർത്തി എന്ന് പറയണം കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയാണ്, നീ അകത്തേക്ക് പൊക്കോ, വിക്രമിനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ എത്തിക്കും, കല്യാണം നടത്തുന്ന പരിപാടികൾക്ക് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പം നന്ദിനി പറയണം, ആ ഏതായാലും കൊള്ളാം, എന്തായാലും വിക്രം എത്തിക്കഴിഞ്ഞ് എന്നെ ഒന്ന് പറയണേ, കാരണം നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എനിക്ക് അയൺ ചെയ്ത് വെക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരാക്കി പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അച്ഛമ്മ വിനായകനോട്, നീയും പൊക്കോ അല്ലെങ്കിൽ അവൾക്ക് സങ്കടമാവും, നീ പോയി അവളെ ആശ്വസിപ്പിക്കുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ബാക്കിൽ വിനായകനും പോകുന്നുണ്ട്. അപ്പം അച്ഛമ്മ അതിനുശേഷം വേദയോട് പറയാണ്, വേദേ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ, ഇതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവിടെ നന്ദിനി ഇങ്ങനെ നോക്കുമ്പോൾ നന്ദിനി എന്തായാലും ആയിരിക്കില്ല, കാരണം വിക്രമിനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ത്രാണിയൊന്നും അവൾക്കില്ല. വേറെ ആരെയും നിനക്ക് സംശയം എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഏട്ടനെ എന്ന് പറയണം. അപ്പോൾ വേദ, എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ മോള് ഏട്ടനിക്കൊന്ന് ഫോൺ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ വേദ. അപ്പോൾ അച്ഛമ്മ പറയണം, ഒരു ഐഡിയ ഉണ്ട്, നമ്മൾ ഉറപ്പിച്ച മട്ടിൽ വിക്രമിനെ കാണാതായി, അതിന് നീ തന്നെയാണ് കാരണം എന്ന രീതിയിൽ നീ സംസാരിക്കുക. അതായത് വിക്രം എവിടെ വേണ്ട അങ്ങനെ ചോദിക്കും. അവൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കും. ചെയ്തതാണെന്ന് പറയുമ്പോൾ അവനൊന്ന് പതറും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അച്ഛമ്മ പറയണം. ഇതിനുശേഷം നമ്മുടെ വേദ ശ്രീകാന്തിന് ഫോൺ ചെയ്യാണ്. അപ്പോൾ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നീ എനിക്കൊക്കെ വിളിച്ചിരിക്കുന്ന അത്ഭുതമായിട്ട്, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ വിക്രം എവിടെ ശ്രീകാന്തായിട്ടാണ് ചോദിക്കുകയാണ്. വിക്രമോ എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ശ്രീകാന്ത് ഒന്ന് പതറുന്നു കേട്ടോ. ശേഷം പറയാണ്, നീയല്ലേ അവനെ മതി, അവൻ കിട്ടി താളി മതി അവിടെ പോയിരിക്കുന്ന, എന്നിട്ട് നീ എന്താ എന്നോട് ചോദിക്കുന്നു വിക്രം എവിടെ നിന്ന്? എന്നാലും നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വേദേ. ഇങ്ങനെ ഒരു പരിപാടി നടക്കുകയാണ്, അച്ഛമ്മയും അമ്മയും എല്ലാവരും സംബന്ധിച്ചു, എന്നിട്ട് നീ എന്നോട് വർഷയോട് ഒരു വാക്ക് പറഞ്ഞു, എന്നെ വിടും, നിന്റെ ഇടത്തെവിടെങ്കിലും ഒരു വാക്ക് നിനക്ക് പറയായിരുന്നു, അവൾ ഒന്നില്ലെങ്കിൽ ഒരു ഗർഭിണിയല്ലേ, നീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയട്ടെ ശ്രീകാന്ത്. ശേഷം ശ്രീകാന്ത് പറയാണ്, ഏതായാലും കഴിഞ്ഞത് കഴിയട്ടെ, ഇനിയിപ്പോൾ നീ എന്നോട് എന്തിനാ വിളിച്ചത്, വിക്രമിനെ കാണില്ലെന്ന് പറഞ്ഞിട്ടോ, അതിന് എനിക്ക് യാതൊരുവിധ പങ്കുമില്ല. വേണമെങ്കിൽ നീ ആ ഒരു കാര്യം ശ്രീനിവാസൻ സാറിനെ വിളിച്ച് അന്വേഷിച്ച് നോക്ക്. ഇനി അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഗുണ്ടത്തരം ചെയ്യാൻ പോയിട്ട് വല്ല അപകടവും പറ്റി കിടക്കുന്നതായിരിക്കുന്നുണ്ട് ശ്രീകാന്ത് പറയാണ്. എന്നിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം തന്നെ സ്പീക്കറിലിട്ടിട്ടാണ് കേൾക്കുന്നത് അച്ഛമ്മയും കമലാമ്മയും. അപ്പോൾ കമലാമ്മ വീണ്ടും ടെൻഷൻ ആവുകയാണ്, ഒരു ദൈവമേ എല്ലാവരും എന്തൊക്കെ പറഞ്ഞു, ഞാൻ എന്തൊക്കെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് ടെൻഷൻ ആവണം. അപ്പോൾ ആ ഒരു ടൈമിൽ വേദ പറയാണ്, ഇല്ല അമ്മ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല വിക്രമിന്, എന്തായാലും ശ്രീനിവാസൻ സാറ് എന്തെങ്കിലും വിട്ടാക്കിയതാണെങ്കിൽ ശ്രീനിവാസൻ സാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നീ എന്താ പറയുന്നത് മോളെ, അവൻ ശരിക്കും മുങ്ങിയതാണെന്ന് തന്നെയാണോ നീ പറയുന്നത് ചോദിക്കുകയാണ്. ഇല്ല അമ്മേ, വിക്രം അങ്ങനെ മുങ്ങുന്ന ഒരു ക്യാരക്ടറാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തായാലും അങ്ങനെ തോന്നുന്നില്ല. പിന്നെ എന്തായാലും ഇതൊരു ചടങ്ങ് മാത്രമാണ്, നമ്മൾ ചടങ്ങ് നടത്തുന്നില്ലെന്നല്ല കാര്യമുള്ളത്, ജീവിച്ച് കാണിക്കുന്നില്ലല്ലേ കാര്യം. ഞാൻ വന്നിട്ട് ഇത്രയും കാലമായി ഇവിടെ, ഇതുവരെയ്ക്കും വിക്രമിന് എന്നോടുള്ള നിലപാടിൽ യാതൊരുവിധ മാറ്റവും. അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിച്ചു പോകേണ്ട കാര്യമൊന്നും വിക്രമിന് ഇല്ലല്ലോ എന്ന് പറയാനോട്ട് വേദം. അപ്പോൾ ഈ ഒരു ടൈമിൽ അച്ഛമ്മ പറയാണ്, എല്ലാം മാറുമ്പോഴും നിങ്ങൾ രണ്ടാളും ശിവനും പാർവതിയും പോലെ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഈ അച്ഛമ്മ എല്ലാം മാറ്റി തരുമെന്ന് പറഞ്ഞിട്ട് പറയണം. ശേഷം നീ ഒന്നും കൂടെ വിക്രമിന് ഫോൺ വിളിക്കുകയെന്ന് പറയാണ് വേദ. അപ്പോൾ ഫോൺ വിളിക്കാൻ നിൽക്കുന്ന സമയത്താണ് ആ ഒരു മെസ്സേജ് കാണുന്നത്, അതായത് കോൾ അലേർട്ടിൽ നമുക്ക് മെസ്സേജ് വരുമല്ലോ, അതിൽ ജീന കുറേ വട്ടം വേദയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എയ്റോപ്ലെയിൻ മോഡായതുകൊണ്ട് വേദ വന്നിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മെസ്സേജ് വന്നപ്പോൾ ജീന നീ കുറേ വട്ടം വിളിച്ചിരിക്കുന്നു അമ്മ, എന്താണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നീ എന്തായാലും ഒന്ന് വിളിക്കുക, ചിലപ്പോൾ എന്തെങ്കിലും കക്ഷിത്തുമ്പ് കിട്ടുകയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പറയാണ്. അപ്പം ജീനയ്ക്ക് ഫോൺ ചെയ്യാണ്. ജീന അപ്പോൾ ഫോൺ കണ്ടിട്ട് പെട്ടെന്ന് കട്ടാക്കുകയാണ് കേട്ടോ. വീണ്ടും വിളിക്കാൻ പറയാണ്. വീണ്ടും വിളിക്കുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വേദ പറയും, എന്താണ് ജീന എനിക്ക് ഫോൺ വിളിച്ചു ചോദിക്കുമ്പോൾ, ഇല്ല അത് അറിയാതെ വന്നാണെന്ന് പറയണം. അറിയാതെ വിളിക്കുകയാണെങ്കിൽ ഒരു വട്ടമല്ലേ വിളിക്കുള്ളൂ, നീ കുറേ വട്ടം വിളിച്ചിട്ടുണ്ട്, എന്തോ സീരിയസ് ആയിട്ട് എന്തോ പറയാൻ തന്നെ വിളിച്ചതാണ്, നീ കാര്യം പറയും, വിക്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണെങ്കിൽ നീ പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം, നിനക്കറിയാലോ എന്ന് പറയണം. അപ്പോൾ അവൾ വളരെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വേഗം നിങ്ങൾ രാധയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം.
അപ്പോൾ രാധയ്ക്ക് പിന്നീട് നമ്മുടെ വേദ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷെ രാധ കട്ട് ചെയ്യാണ്. പിന്നെയും നമ്മുടെ വേദ ഫോൺ ചെയ്യുമ്പോൾ രാധ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയോട് പറയും. അപ്പോൾ അച്ഛമ്മ പറയും, ഇന്നൊരു കാര്യം ചെയ്യുമ്പോളേ നമുക്ക് ആക്ഷനിലേക്ക് തന്നെ കിടക്കാം, നമുക്ക് റെഡി ആവാം, നമുക്ക് നേരിട്ട് തന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കാമെന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധ വന്നിട്ട് ഉച്ചഭക്ഷണമായിട്ട് വിക്രമിനെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പോകാൻ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ രാധയുടെ അച്ഛൻ വന്നിട്ട് മാലതിയും വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അച്ഛൻ എന്താ ഇങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ എവിടെയാണ് നിന്റെ അമ്മ എന്ന് ചോദിക്കുകയാണ്. അമ്മ തൊഴിലുറപ്പണിക്ക് പോയിരിക്കുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ നിന്നെ ഇങ്ങനെയൊക്കെ അവൾ വളർത്തുന്നത് എനിക്കൊന്നും അറിയണമല്ലോ, ഇന്നലെ രാത്രി നീ എവിടേക്കാണ്ടി ഇറങ്ങിപ്പോയത്, അത് ചോദിക്കാനാണ് എൻ്റെ അമ്മയെ ഞാൻ വിളിക്കാൻ പറഞ്ഞതെന്ന് പറയാണ്. ഞാനൊരു ഹോസ്പിറ്റൽ കേസിന് പോയത് അച്ഛാന്ന് പറയാണ്. ഹോസ്പിറ്റൽ കേസോ, എന്താണ് കാര്യം, ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് അവൾക്ക് പറയാൻ പെട്ടെന്ന് ഒരു പരുങ്ങലാവും. ശേഷം അവൾ പറയും ജീനയ്ക്കാണ് പറയാൻ കേട്ടോ. അപ്പോൾ ജീനയ്ക്ക് വന്നപ്പോൾ ആ ചെറുതായിട്ട് ഓട്ടോ തട്ടി. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ്, അപ്പോൾ അവൾക്കുള്ള ഭക്ഷണം കൊണ്ട് പോവുകയാണെന്ന് പറയും. അപ്പോൾ ശരി എന്നാൽ പിന്നെ പൊയ്ക്കോ, പാവം ആരോരും ഇല്ലാത്തതല്ലേ, എൻ്റെ മോള് പൊക്കോ എന്ന് പറഞ്ഞിട്ട് രാധയെ അച്ഛൻ വിട്ടാക്കുകയാണ്. അവൾ ഓട്ടോ എടുത്ത് ഓട്ടോയിൽ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ജീന ഓട്ടോ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടതും പെട്ടെന്ന് തന്നെ നെട്ടുകയാണ് നമ്മുടെ രാധ. അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് രാധയുടെ അച്ഛൻ വരും. അപ്പോൾ ജീനയെ കണ്ടതും അയാൾക്ക് ദേഷ്യം വന്നിട്ട് ഓടി വന്നിട്ട് രാധയെ തല്ലാനായിട്ട് നിൽക്കും. അപ്പോഴേക്കും ജീനയുടെ വണ്ടിൻ്റെ പുറകിൽ നിന്ന് അച്ഛമ്മയും വേദയും ഇറങ്ങി വരികയാണ്. നിർത്ത്, അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ എന്താണ്, ഇവളിങ്ങനെ കള്ളത്തരം പറഞ്ഞു എന്നോട്, അതുകൊണ്ട് ഞമ്മളെ തല്ലുന്നെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ലടാ, നമുക്ക് ശരിയാക്കി എടുക്കാവളെ, എന്തായാലും അവൾ നിൻ്റെ മകൾ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം ഇതിൻ്റെ മോശപ്പെട്ട കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയണം. എൻ്റെ കൊച്ചുമോൻ ഇന്നലെ ആക്സിഡൻ്റ് ആയപ്പോൾ ഇവളും ജീനയും കൂടെ ഹോസ്പിറ്റലിലാക്കി, അത് നല്ല കാര്യം, പക്ഷേ പറയാതെ അവൾ അവനെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കി, അത് തെറ്റായ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ ചെവിയിൽ പിടിച്ച് തിരുകയാണ് കേട്ടോ അച്ഛമ്മ. ഇപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, വാ നടക്ക്, നമുക്ക് പോകാം, എത്രയും പെട്ടെന്ന് നമുക്ക് വിക്രമിൻ്റെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് പറയാണ്. അപ്പോഴേക്കും വേദ പറയാണ്, ജീന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ കരുതിയത്, പക്ഷെ ഞാനാണ് പറഞ്ഞത് നിന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് ഞാനാ പറഞ്ഞത് മട്ട് വേദ പറയണം. ശേഷം അച്ഛമ്മ രാധയുടെ ചെവിയിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ട്, ജീനയുടെ വണ്ടിയിൽ കയറ്റാണ്. ശേഷം എല്ലാവരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഹോസ്പിറ്റലിൽ വളരെ ക്ഷീണിച്ചിട്ട് കിടക്കുകയാണ് നമ്മുടെ വിക്രം. എന്നിട്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് എണിച്ചിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെറുതെ ഒന്ന് ടേബിൾ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ അവൻ്റെ മൊബൈൽ ഫോൺ അവിടെ കാണാണ് കേട്ടോ. അത് കണ്ടിട്ട് അവൻ ആകെ ഷോക്കാവാണ്. കാരണം ഇന്നലെ രാധയോട് ഫോൺ ചോദിച്ചപ്പോൾ ഫോൺ ഇന്നലെ കിട്ടിയിട്ടേ ഇല്ല, അവിടെ അപകടം നാളെ സ്ഥലത്ത് വെച്ച് കാണാതായിരിക്കുന്ന അവനോട് രാധ നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ അവനിക്ക് ദേഷ്യം വരുന്നതായിട്ടും എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇനി വേദ ഹോസ്പിറ്റലിൽ എത്തിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാണാൻ. താങ്ക്